സുഗമോദേവി സീരിയലിലെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ദേവിക ഗിരീഷിനെ രക്ഷപ്പെടുത്താനായിട്ട് പല വഴികളും സ്വീകരിക്കുന്നുണ്ടെങ്കിലും അതൊക്കെ തന്നെ അടഞ്ഞു പോവുകയാണ്. പക്ഷേ ഇസബല്ലയാവട്ടെ പുഷ്പം പോലെ വന്ന് ഗിരീഷിനെ രക്ഷപ്പെടുത്തി കൊണ്ടുപോകുന്നുണ്ട്. എന്തായാലും ദേവിക്ക് സഹിക്കാൻ കഴിയാത്തൊരു കാര്യം ഗിരീഷിന്റെ കളിയാക്കൽ തന്നെയാണ്. MLAക്ക് വിചാരിച്ചിട്ട് സാധിക്കാത്ത കാര്യം നന്ദന്റെ വെറും ഒരു സുഹൃത്തിന് വിചാരിച്ചിട്ട് സാധിച്ചു. അങ്ങനെ രജനിയാണെങ്കിൽ ദേവികയെ വിളിച്ച് വഴക്ക് പറയാനായിട്ട് പോകുമ്പോ ഗിരീഷ് പറയുന്നുണ്ട്, ഇവിടെ എന്തൊക്കെയോ വലിയ കളികൾ നടന്നിട്ടുണ്ട്, ആദ്യം അത് കണ്ടുപിടിക്കാം. ദേവിക മാക്സിമം ശ്രമിച്ചു എന്നെ രക്ഷപ്പെടുത്താനായിട്ട്, പക്ഷെ അതിന് സാധിച്ചില്ല. ഇസബല്ലയാണ് രക്ഷപ്പെടുത്തിയത്. ഇതൊക്കെ കേട്ട് രജനിയാണെങ്കിൽ ആകെ ഷോക്കാവുന്നു. എന്തായാലും വലിയൊരു ചതിക്കളി നടക്കുന്നുണ്ടെന്ന് സിദ്ധാർത്ഥനും അതുപോലെ ഗിരീഷിനൊക്കെ തന്നെ മനസ്സിലാവുന്നുണ്ട്. ഈ സമയം ദേവികയാണെങ്കിൽ കാറിലിരുന്ന് ചങ്ക് പൊട്ടി കരയുന്നുണ്ട്. കാരണം അവൾക്ക് ഒരിക്കലും സഹിക്കാൻ കഴിയുന്ന ഒരു കാര്യമായിരുന്നില്ല ഇസബല്ല തന്റെ കുടുംബത്തിന് വേണ്ടിയിട്ട് തന്നെ മറികടന്ന് ഓരോന്നും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മുരളി ദേവികയെ മാക്സിമം പറഞ്ഞ് സമാധാനിപ്പിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും അവൾക്ക് സങ്കടങ്ങൾ കൺട്രോൾ ചെയ്യാനായിട്ട് കഴിയുന്നില്ല. പിന്നീട് ഇസബല്ലയാവട്ടെ രാത്രി കെവിനുമായിട്ട് ഒരു കൂടിക്കാഴ്ച നടത്തുകയാണ്. എന്നിട്ട് താൻ എന്ന ആളായതിനെ കുറിച്ചും ഇനി നന്ദൻ ഒരിക്കലും തന്നെ വിട്ടുകളയില്ല എന്നും ചതുരത്തെ വീട്ടുകാർക്ക് എല്ലാവർക്കും തന്നോടിപ്പോ വലിയ മതിപ്പായിരിക്കുമെന്നൊക്കെ സ്വയം പറയുന്നു. അതിനിപ്പോ സംശയമുണ്ടോ? അത് അങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് ഇസബല്ലയോട് കെവിൻ പറയുകയാണ്. പിന്നെ പാപ്പൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, നിന്നെ മറന്നൊന്നും ചെയ്യരുതെന്ന് നന്ദനോട്. അതുകൊണ്ട് അവൻ ഒരിക്കലും ഇനി നിന്നെ വിട്ടുകളയാൻ ചാൻസ് ഇല്ല. ഇസബല്ല എന്താണോ മനസ്സിൽ കരുതുന്നത് അത് ഉറപ്പായിട്ടും സംഭവിക്കുമെന്ന് കെവിൻ പറയുന്നു. ദേവികയേക്കാൾ മുകളിൽ നീ എത്തും, നിന്നെയായിരിക്കും അവൻ ഒരുപാട് പരിഗണിക്കുക എന്നൊക്കെ ഇസബല്ലയ്ക്ക് വാക്ക് കൊടുക്കുകയാണ് കെവിൻ. എന്തായാലും അവളാണെങ്കിൽ മതി മറന്ന് സന്തോഷിക്കുന്നുണ്ട്. പക്ഷെ വരാൻ പോകുന്ന ദുരന്തം ഇസബല്ല കാണുന്നില്ല. അങ്ങനെ വീട്ടിലെത്തുന്ന മുരളിയോട് ഭാർഗവി പറയുന്നുണ്ട്, ചന്ദ്രോത്തി വീട്ടിൽ പ്രശ്നങ്ങൾ ഒഴിയുന്ന സമയമില്ല. എന്തായാലും ദേവിക മോൾ സ്വയം നശിച്ചുകൊണ്ടിരിക്കുകയാണ്, അഴിമതി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറയുമ്പോൾ മുരളി പറയുന്നുണ്ട്, ദേവിക എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് ചന്ദ്രോത്ത് വീട്ടുകാർക്ക് വേണ്ടി മാത്രമാണ്, അതുകൊണ്ട് ദേവികയെ കുറ്റപ്പെടുത്തണ്ട. പിന്നീട് മുരളിയാണെങ്കിൽ ദേവികയെ വിളിക്കുന്നുണ്ട്, അല്ല ദേവിക മുരളിയെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് അവൾ മുരളിയോട് അഭിപ്രായം ചോദിക്കുന്നു. ഞാനിനി എന്ത് ചെയ്യണം മുരളിയേട്ടാ? എനിക്കിനി ഒന്നും അറിയുന്നില്ല, രാജിവെച്ചാലോ എന്ന് ചിന്തിക്കുന്നു എന്ന് പറയുമ്പോൾ ദേവി, അതൊക്കെ തീരുമാനിക്കാൻ വരട്ടെ. ഇതെല്ലാം നീ ചെയ്യുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്, എന്തിനു വേണ്ടിയിട്ടാണ്? നന്ദനും പിന്നെ പ്രഭ മാഡത്തിനും വേണ്ടിയിട്ടല്ലേ? പ്രഭാന്റിയും നന്ദനും പറഞ്ഞിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് KK നായരുടെ പ്ലാനിന് ഒപ്പിട്ടതും നന്ദന് വേണ്ടിയിട്ടാണ്. ഈ സത്യങ്ങളെല്ലാം തന്നെ അറിയിക്കേണ്ട ആളെ അറിയിക്കണം. മുരളിയേട്ടൻ എന്തേ പറയുന്നത്? അതെ, സിദ്ധു അങ്കിളിലെ കാര്യങ്ങൾ അറിയിക്കണമെന്ന് മുരളി ആവശ്യപ്പെടുന്നു. അങ്ങനെ ദേവികയാണെങ്കിൽ അതിനാദ്യം സമ്മതിക്കുന്നില്ല. പിന്നീട് സിദ്ധാർത്ഥനാണെങ്കിൽ വീട്ടിലൊരു ചർച്ച നടത്തുകയാണ്. നന്ദനും പ്രഭാവതിയും എല്ലാവരും ഉണ്ട്. ഈ വീട്ടിൽ എല്ലാവരും അവനവന്റെ ഇഷ്ടത്തിനാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. KK നായരുടെ ആ പ്ലാനിന് അനുമതി കൊടുത്തത് അത് കുടുംബത്തിന് തന്നെ വലിയൊരു നാണക്കേടും അതുപോലെ ഒരുപാട് പ്രശ്നങ്ങളുമാണ് വിളിച്ചു വരുത്തിക്കൊണ്ടിരിക്കുന്നത്. ഗിരീഷ് രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ്. ആ KK നായര് അവനെ വധശ്രമത്തിനായിരുന്നു കുടുക്കിയിരുന്നത്. ജയിലിൽ കയറിയാൽ പിന്നെ ഇറങ്ങാൻ പറ്റില്ലായിരുന്നു. ഇതൊക്കെ കേട്ടുകൊണ്ട് അവിടേക്ക് ദേവിക റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. എല്ലാത്തിനും കാരണം നീയാണെന്നിങ്ങനെ ദേവികയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സിദ്ധു പറയുന്നു. MLA ഇനി സമാധാനത്തോടെ ഉറങ്ങാമെന്ന് കരുതണ്ട എന്ന് വീണ്ടും വീണ്ടും പറയുമ്പോൾ പ്രഭാവതിയാണെങ്കിൽ തടയാനായിട്ട് നോക്കുന്നുണ്ട്. അങ്ങനെ ദേവി പറയുന്നുണ്ട്, അച്ഛൻ എന്തീ പറയുന്നത്? ഞാൻ എന്ത് അഴിമതി ചെയ്തു എന്നാണ്? ഞാൻ അഴിമതി ചെയ്യുന്നത് അച്ഛൻ കണ്ടോ എന്നിങ്ങനെ ദേവി ദേഷ്യത്തോടെ ചോദിക്കുന്നു. അതെന്താ നീ അങ്ങനെ ചോദിച്ചത്? KK നായരുടെ പ്ലാന്റ് അത് എത്രത്തോളം ദോഷകരമാണെന്ന് നിനക്ക് അറിയില്ലേ എന്നിങ്ങനെ സിദ്ധാർത്ഥൻ തിരിച്ചടിക്കുന്നു. എനിക്ക് പലതും പറയാനുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ദേവിയാണെങ്കിൽ മുന്നോട്ട് വരുമ്പോൾ നന്ദൻ അവളെ തടയുകയാണ്. നന്ദന് മനസ്സിലായി ദേവിക എന്താണ് പറയാൻ പോകുന്നത്. ദേവി, നീ അകത്തേക്ക് വന്നേന്ന് പറയുമ്പോൾ നന്ദു എന്റെ ദേഹത്ത് തൊട്ടു പോകരുതെന്ന് പറഞ്ഞുകൊണ്ട് നന്ദനെ തള്ളി മാറ്റുകയാണ്. അങ്ങനെ ദേവികയോട് സിദ്ധാർത്ഥൻ പറയുന്നുണ്ട്, എന്താ എന്താ നിനക്ക് പറയാനുള്ളത്? എന്നോട് പറയേ, മറച്ചു വെക്കേണ്ട എന്ന്. അങ്ങനെ പ്രഭാവതിയൊക്കെ ആണെങ്കിൽ ആകെ വിറയ്ക്കുന്നു. കാരണം സത്യങ്ങൾ ദേവി തുറന്നടിക്കുമെന്ന് അവർക്ക് ബോധ്യപ്പെട്ടു. കാരണം അത്രയ്ക്കും സഹി കെട്ടിട്ടാണ് ദേവി നിൽക്കുന്നത്, ചുറ്റിലും കുറ്റപ്പെടുത്തലുകൾ മാത്രം. അങ്ങനെ നന്ദനും പ്രഭാവതിയും പറഞ്ഞിട്ടാണ് താൻ KK നായരുടെ പ്ലാനിന് ഒപ്പിട്ട് കൊടുത്തതെന്നുള്ള കാര്യം ദേവിക തുറന്നടിക്കുകയാണ്. അതോടുകൂടിയിട്ട് സിദ്ധാർത്ഥൻ സത്യങ്ങൾ അറിഞ്ഞു ഞെട്ടുന്നു. അങ്ങനെ പ്രഭാവതിയുടെ നേർക്ക് സിദ്ധാർത്ഥൻ പോകുന്നുണ്ട്. അപ്പൊ അതൊക്കെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. കാത്തിരിക്കാം കിടിലൻ എപ്പിസോഡ്.